കേരളത്തിൽ ഏറെ സവിശേഷതകളുള്ള ജില്ലയാണ് മലപ്പുറം. സംസ്ഥാനത്ത് ഏറ്റവുമധികം നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ്. സംസ്ഥാനത്തെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ജില്ലയും മലപ്പുറം തന്നെ. സംസ്ഥാനത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള മലപ്പുറത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുമുള്ളത്. പുതിയ കണക്ക് പ്രകാരം 30,33,864 വോട്ടർമാർ. ഇതിൽ 15,43,041 വോട്ടർമാർ സ്ത്രീകളും 14,90,823 പുരുഷ വോട്ടർമാരുമുണ്ട്. മലനാടും തീരപ്രദേശവുമായി 16 മണ്ഡലങ്ങൾ. UDF-നൊപ്പം നിന്നതാണ് ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളുടെയും ചരിത്രം. എന്നാൽ 2006-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. 16 മണ്ഡലങ്ങളിൽ പലതിലും പതിവിൽ കവിഞ്ഞ ആവേശവും വീറും വാശിയുമാണുള്ളത്. ഈ മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. മലപ്പുറത്തെ മണ്ണിൽ തീപ്പാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താനൂരാണ്. സിറ്റിംഗ് MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച വി അബ്ദുറഹ്മാൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ 9,474 വോട്ടിനാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി വിജയിച്ചത്. ഇത്തവണ മത്സരം കടുത്തതാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രൻ വി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നത് മുതൽ താനൂർ മണ്ഡലം മലപ്പുറം ജില്ലയിൽ ശ്രദ്ധേയമായ മണ്ഡലമാവുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂടേറിയ മത്സരം, കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു താനൂർ. അവിടെ വിധി നിർണ്ണയിക്കുക തീർച്ചയായും ലീഗ് വിരുദ്ധ ചേരിയും ലീഗ് അനുകൂല ചേരിയും തമ്മിലുള്ള ഒരു വലിയ വടംവലിയാണ് താനൂരിൽ നടക്കുന്നത്. താനൂരിൽ വലിയ പോരാട്ടം ഇല്ല എന്നാണ് ലീഗ് പറയുന്നത്. എന്നാൽ തങ്ങൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് LDF-ഉം അവകാശപ്പെടുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴുണ്ടായ ഒരു ബുദ്ധിമുട്ട് പോലും എനിക്കിപ്പോഴും ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് പ്രചരണ കോലാഹലം കൂടുന്നു, കുറച്ച് ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണം കൂടുന്നു എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള പ്രചാരണത്തിനപ്പുറം മറ്റൊന്നുമില്ല. കഴിഞ്ഞ 60 വർഷമായി ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിച്ചു. അല്ലാതെ എന്താ, അവർ തുടങ്ങി വെച്ച ഒരു പദ്ധതികൾ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. കോൺഗ്രസ് വിമതർ LDF-നൊപ്പമാണെന്നതാണ് LDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. വി അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വം പേയ്മെന്റ് സീറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ലീഗ് ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ട്. 23,000-ഓളം വരുന്ന കന്നി വോട്ടർമാരാണ് താനൂരിൽ നിന്നും ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുക. PR രശ്മിൽനാഥാണ് NDA സ്ഥാനാർത്ഥി. അഷ്റഫ് വൈലത്തൂർ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നു. SDPI-യും PDP-യും മത്സരരംഗത്തുണ്ട്. ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇരുമുന്നണികളിലും പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ആര്യാടൻ മുഹമ്മദ് 5,687 വോട്ടിനാണ് വിജയിച്ചത്. വ്യവസായിയായ PV അൻവറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് LDF പ്രതീക്ഷ. ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായ നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു എന്ന് തന്നെയാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഇടതുമുന്നണി അവിടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇടത് സ്വതന്ത്രനായ ശ്രീ PV അൻവറിനെ നിർത്തിക്കൊണ്ട് അവിടെ മത്സരിപ്പിക്കുകയാണ്. തീർച്ചയായും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കുന്നു നിലമ്പൂരും. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്നതനുസരിച്ചായിരിക്കും നിലമ്പൂരിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക. BDJS ആണ് NDA-ക്കായി നിലമ്പൂരിൽ മത്സരിക്കുന്നത്. ഗിരീഷ് മേക്കാടാണ് NDA സ്ഥാനാർത്ഥി. BSP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരുന്നു. പൊന്നാനിയിൽ ഇത്തവണയും വാശിയേറിയ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച P ശ്രീരാമകൃഷ്ണൻ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. UDF-നായി PT അജയ് മോഹൻ. 4,056 വോട്ടിനാണ് കഴിഞ്ഞ തവണ P ശ്രീരാമകൃഷ്ണൻ വിജയിച്ചത്. ഇത്തവണ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങളാണ് ശ്രീരാമകൃഷ്ണൻ ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് UDF-ന്റെ പ്രചാരണായുധം. ഷാക്കിർ ചങ്ങരംകുളമാണ് ഇവിടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ലഭിച്ച 5,678 വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് BJP പ്രതീക്ഷ. KK സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി.
SDPI, PDP എന്നിവർ നേടുന്ന വോട്ടുകളും നിർണായകമാകും. പെരിന്തൽമണ്ണയിലെ മത്സരത്തിന് വീറും വാശിയും ഏറെയാണ്. LDF-ൽ നിന്നും ലീഗിലെത്തി മണ്ഡലം പിടിച്ചെടുത്ത മഞ്ഞളാംകുഴി അലിയിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് LDF വി ശശികുമാറിനെ ഇറക്കിയിരിക്കുന്നത്. 2 സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇത് തന്നെയാണ് ഇരുവിഭാഗത്തിന്റെയും പ്രതീക്ഷയ്ക്ക് കാരണവും. അഡ്വക്കേറ്റ് MK സുനിലാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. പതിവിൽ കവിഞ്ഞ ശക്തമായ മത്സരമാണ് മങ്കടയിൽ. യുവനേതാവ് അഡ്വക്കേറ്റ് TK റഷീദ് അലിയാണ് LDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA TK അഹമ്മദ് കബീറാണ് UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 23,527 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഹമ്മദ് കബീർ വിജയിച്ചത്. എന്നാൽ ഇത്തവണ വിജയം അത്ര എളുപ്പമാവില്ല. ഈ മണ്ഡലത്തെ സംബന്ധിച്ചോളം നല്ല പ്രതീക്ഷയാണ്. വോട്ടിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വാർഡുകൾ കിട്ടിയ വോട്ട് പ്രകാരം 1300 വോട്ടിന് LDF ലീഡാണ്. ഈ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് പ്രചാരവേലകളിലൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ കുടുങ്ങുന്ന പ്രശ്നമില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും. വി രതീഷാണ് NDA സ്ഥാനാർത്ഥി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം ജനവിധി തേടുന്നതും മങ്കടയിൽ നിന്നാണ്. മുസ്ലിം ലീഗ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തവണ അത്ഭുതങ്ങൾ നടക്കാൻ ഇടയില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ലീഗ് ശ്രമം. എന്നാൽ മുന്നണിക്കുള്ളിലെ അനൈക്യം കീറാമുട്ടിയായി തുടരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിലാണ് മുസ്ലിം ലീഗ് വിജയിച്ചത്. ഇതിൽ പെരിന്തൽമണ്ണയിലും താനൂരും മാത്രമാണ് 10,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 44,322 വോട്ട് നേടിയത് മലപ്പുറം മണ്ഡലത്തിലെ ലീഗ് സ്ഥാനാർത്ഥി P. ഉബൈദുള്ളയാണ്. ഇത്തവണ ഉറച്ച സീറ്റുകളിലൊന്നും ലീഗിന് സംശയമില്ല. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. മുമ്പ് ഉണ്ടായിരുന്നത് പോലെ വെറുതെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഒരു മണ്ഡലത്തിലും ഇല്ല കേരളത്തിൽ. എന്നാലും വൻ തോതിലുള്ള ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ജില്ലയാണ് UDF-നെ സംബന്ധിച്ച് മലപ്പുറം ജില്ല. മലപ്പുറം മണ്ഡലത്തിൽ KP സുമതിയാണ് LDF സ്ഥാനാർത്ഥി. ഇത്തവണയും UDF-ന് അനുകൂലമായ വിജയം ഉണ്ടാവാനാണ് സാധ്യത. KN ബാദുഷ തങ്ങളാണ് NDA സ്ഥാനാർത്ഥി. വനിതാ നേതാവ് EC ആയിഷയാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി. PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന വേങ്ങരയിലും UDF വിജയപ്രതീക്ഷയിലാണ്. അഡ്വക്കേറ്റ് PP ബഷീറാണ് LDF സ്ഥാനാർത്ഥി. PT ആലി ഹാജി NDA സ്ഥാനാർത്ഥിയായും ജനവിധി തേടുന്നു. കഴിഞ്ഞ തവണ 28,040 വോട്ടിന് വിജയിച്ച കൊണ്ടോട്ടിയിൽ ഇത്തവണ അട്ടിമറിയുണ്ടാവാൻ സാധ്യത കുറവാണ്. മുസ്ലിം ലീഗിൽ നിന്നും TV ഇബ്രാഹിം UDF സ്ഥാനാർത്ഥിയായി വോട്ട് തേടുമ്പോൾ KT ബീരാൻകുട്ടിയാണ് LDF സ്ഥാനാർത്ഥി. BJP ജില്ലാ പ്രസിഡന്റ് K. രാമചന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. സലീം വാടക്കാടാണ് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. SDPI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നസറുദ്ദീൻ എളമരവും കൊണ്ടോട്ടിയിലെ സ്ഥാനാർത്ഥിയാണ്. ഏറനാട് മണ്ഡലത്തിൽ സിറ്റിംഗ് MLA PK ബഷീർ തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി. CPIയുടെ സീറ്റായ ഏറനാട്ടിൽ KT അബ്ദുറഹ്മാൻ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇത്തവണയും ഏറനാട് ലീഗിനൊപ്പം നിൽക്കാനാണ് സാധ്യത. സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് A. മുമ്മറാണ് മഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി. CPIയിലെ അഡ്വക്കേറ്റ് K. മോഹൻദാസാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. വള്ളിക്കുന്ന് മണ്ഡലം ഇടതുപക്ഷം ഇത്തവണ നൽകിയത് INL-നാണ്. OK തങ്ങളാണ് ഇടതു സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗ് നേതാവ് P. അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് UDF സ്ഥാനാർത്ഥി. ഇത്തവണയും ലീഗ് വള്ളിക്കുന്ന് നിലനിർത്താനാണ് സാധ്യത. K. ജനചന്ദ്രൻ മാസ്റ്ററാണ് NDA സ്ഥാനാർത്ഥി. കോട്ടക്കൽ മണ്ഡലം ഇത്തവണയും UDF-നൊപ്പം നിൽക്കുമെന്നാണ് വിലയിരുത്തൽ. ആബിദ് ഹുസൈൻ തങ്ങളാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. NCP-യാണ് ഇടതുപക്ഷത്തിൽ നിന്നും മത്സരിക്കുന്നത്. NA മുഹമ്മദ് കുട്ടി LDF സ്ഥാനാർത്ഥിയാണ്. NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബിന്റെ മണ്ഡലമാണ് തിരൂരങ്ങാടി. എന്നാൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ UDF-ന് ലഭിച്ച വോട്ടുകൾ ഇത്തവണ ലഭിക്കാനിടയില്ല. എന്നാൽ അബ്ദുറബ് വിജയിക്കാൻ തന്നെയാണ് സാധ്യത. ജനങ്ങളുടെ പ്രതികരണം വളരെ അനുകൂലമാണ്, സംതൃപ്തി നൽകുന്നതാണ്. മാത്രമല്ല ജനങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുകയില്ല. ഞാൻ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ഇത് 4ാം തവണയാണ് തെരഞ്ഞെടുപ്പിൽ സമീപിക്കുന്നത്. തിരൂരങ്ങാടി മണ്ഡലത്തിലാണെങ്കിൽ 2ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുവരെയുള്ള
പ്രചരണ രീതികളിൽ നിന്ന് നല്ല ആത്മവിശ്വാസത്തോടെയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എന്താ? നിലവിലുള്ള സംവിധാനത്തിനെതിരെ ജനങ്ങളെ സംതൃപ്തി, ഈ സംവിധാനത്തിൽ ജനങ്ങളെ സംതൃപ്തരാണ്. ഒരു രാഷ്ട്രീയപരമായിട്ട് അവനവൻ വികസിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലേക്കും അവരുടെ പരിമിതികളിലേക്കും പരാധീനതകളിലേക്കും ഒരു തിരിഞ്ഞു നോട്ടവും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല. ആ ജനങ്ങളുടെ പ്രതിഷേധം എൻ്റെ വിജയമായിട്ട് മാറുമെന്ന് ഞാൻ കരുതുന്നു. ഗീതാ മാധവനാണ് NDA സ്ഥാനാർത്ഥി. ഇടത് സ്ഥാനാർത്ഥിയായി നേരത്തെ മത്സരിച്ചിട്ടുള്ള മിനു മുംതാസാണ് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. SDPI SP സഖ്യവും PDPയും മത്സരത്തിനുണ്ട്. തിരൂർ മണ്ഡലവും UDFിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. സിറ്റിംഗ് MLA C മമ്മൂട്ടിയും ഇടത് സ്വതന്ത്രൻ ഗഫൂർ P ലലീസും തമ്മിലാണ് മത്സരം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം, അതുപോലെ തന്നെ അതിലൂടെ എനിക്ക് നിയോജകമണ്ഡലം ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനം ഉയർത്തി കാണിച്ച് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് നമ്മുടെ ഈ നാട്ടിൽ ഒരു ഊഷര ഭൂമിയാണ് ഈ പ്രദേശങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നനവില്ലാത്ത ഭൂമിയിൽ വെള്ളം കൊണ്ടുവരണം. കുടിക്കാൻ വെള്ളം ക്ഷാമം ഇപ്പോഴും വളരെ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശാശ്വതമായി പരിഹരിക്കുന്ന ഒരു പ്രശ്നത്തിനാണ് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തത്. വികസനം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചു കയറ്റുന്ന വികലമായിട്ടുള്ള നയമായിരിക്കരുതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മറിച്ച് വികസനം എന്ന് പറയുന്നത് ഒരു നാടിലെ മണ്ഡലത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ജീവിത പുരോഗതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാകുമ്പോൾ മാത്രമേ ആ നാട് വികസിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. ദേവിദാസ് MKയാണ് NDA സ്ഥാനാർത്ഥി. കോൺഗ്രസിന് മലപ്പുറം ജില്ല ഉറച്ച കോട്ടയാണെന്ന് പറയാൻ കഴിയില്ല. സംവരണ മണ്ഡലമായ വണ്ടൂരിൽ മാത്രമാണ് കോൺഗ്രസിന് സുരക്ഷിത മണ്ഡലം. വണ്ടൂരിൽ AP അനിൽകുമാർ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. K നിഷാന്ത് LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. തവനൂരിൽ സിറ്റിംഗ് MLA KT ജലീലാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി. P ഇഫ്തിഖാറുദ്ദീൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. LDFിനാണ് മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കമുള്ളത്. രവി തേലത്താണ് NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ UDF പരാജയപ്പെട്ട 2 മണ്ഡലങ്ങളും നേരിയ വ്യത്യാസത്തിനാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം ഈ 2 അസംബ്ലി മണ്ഡലങ്ങളിലും തിരിച്ചു പിടിക്കണമെന്ന വാശിയോടുകൂടി കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി. പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ മലപ്പുറത്ത് രാഷ്ട്രീയം, മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ശക്തി, മലപ്പുറത്ത് മുസ്ലിം ലീഗിന് കൊടുക്കുന്ന 12 സീറ്റുകൾ, ആ 12 സീറ്റുകളിൽ ഈ പ്രാവശ്യം സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ അത് വലിയ തിരിച്ചടിയിലേക്ക് മുസ്ലിം ലീഗ് മാറില്ല. അതേസമയം ആ സീറ്റുകളിൽ നിന്ന് 1-2 സീറ്റുകളോ അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച 1 സീറ്റോ അല്ലെങ്കിൽ 1-2 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് കേരള ഭരണത്തിലേക്കുള്ള വഴികളെ സുഗമമാക്കും, കൂടുതൽ എളുപ്പമാക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായ തർക്കം ഇപ്പോഴും പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPMൻ്റെയും CPIയുടെയും ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയത്. ലീഗിന്റെ കോട്ടകൾ പൊതുസ്വതന്ത്രരെ നിർത്തി പിടിച്ചെടുക്കാമെന്നാണ് ഇടത് പ്രതീക്ഷ. ഇത് പൂർണ്ണമായും നടന്നില്ലെങ്കിലും ലീഗിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും. 2006 ഞങ്ങൾ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. ആ 2006 റിസൾട്ടിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ഇത്തവണ ഉണ്ടാവും. കാരണം അത്രമാത്രം UDFിനും അതിലെ മന്ത്രിമാർക്കും എതിരെയാണ് രാജ്യത്തെ ജനങ്ങൾ. പോരാത്തതിന് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ, മതനിരപേക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ, വലിയ തോതിലുള്ള വർഗീയതയുടെ പ്രചരണം, അവരാളിക്കത്തിക്കുന്ന അസഹിഷ്ണുത, ഇതും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. CPMും CPIയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പണം വാങ്ങിയാണ് വ്യവസായികൾക്ക് സീറ്റ് നൽകിയതെന്നാണ് UDFിന്റെ ആരോപണം. മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും NDAക്കില്ല. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ലഭിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും വെൽഫെയർ പാർട്ടി നിർണായകമാകും. SDPI SP സഖ്യവും BSPയും തൃണമൂൽ കോൺഗ്രസും PDPയുമെല്ലാം മത്സരരംഗത്ത് സജീവമായുണ്ട്. കേരളത്തിൽ BJPക്ക് സ്വാധീനം കുറഞ്ഞ ജില്ലയാണ് മലപ്പുറം.
കഴിഞ്ഞ തവണ 6 മണ്ഡലങ്ങളിൽ 5000-ൽ കുറഞ്ഞ വോട്ടാണ് BJPക്ക് ലഭിച്ചത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. മലപ്പുറത്ത് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം പ്രധാനമായിട്ടും വികസനം തന്നെയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടതായ വികസനം നടന്നിട്ടില്ല. അതിന് കാരണം ഇവിടെ മൃഗീയ ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിനോ അല്ല ഇവിടുത്തെ ഭൂരിപക്ഷം UDF MLA-മാർക്കോ ഒന്നും വേണ്ട തരത്തിലുള്ള വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിന് കാരണം കൃത്യമായ ആസൂത്രണം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുത്തെ SC ഫണ്ടിൽ 28% മാത്രമേ ചിലവഴിച്ചുള്ളൂ എന്നാണ്. അതായത് 72% SC ഫണ്ടും ലാപ്സായി. അത് കൃത്യമായ ആസൂത്രണത്തിൻ്റെ കുറവാണ്. കാരണം ആ വിഭാഗത്തിനെയൊക്കെ ഒരു വെറും വോട്ടിന് വേണ്ടി മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ചില വാഗ്ദാനങ്ങൾ ചെയ്യല്ലാതെ ആത്മാർത്ഥമായ അതിനുവേണ്ട ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. നിലമ്പൂരിൽ BDJ സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുള്ളത്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം BJP തന്നെയാണ് മത്സരരംഗത്ത്. വെൽഫെയർ പാർട്ടിയും പ്രചാരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഒരുപക്ഷെ അതിൻ്റെ മറ്റു മുന്നണികൾ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് ശേഷവും പ്രത്യേകിച്ച് പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ വരെ ചില മണ്ഡലങ്ങളിൽ ഞാൻ മലപ്പുറം ജില്ലയിൽ മങ്കട പോലുള്ള മണ്ഡലം, അതുപോലെ താനൂർ പോലുള്ള മണ്ഡലം, അതുപോലെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിലെല്ലാം വെൽഫെയർ പാർട്ടിക്ക് ഒരു വോട്ട് പോക്കറ്റുകളുണ്ട്. അത് ഒരുപക്ഷെ വിജയത്തെയും പരാജയത്തെയും ബാധിച്ചെന്ന് വരും. SDPI SP സഖ്യവും PDPയും BSPയും എല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്.